ഈ ലൂസിഫറിന്റെ ഷോ ടിക്കറ്റ് കിട്ടാത്തവരില് കയറി കാണുന്നത് നന്നായിരുന്നു. അത്രയ്ക്കൊന്നുമില്ല, കണ്ടിരിക്കാം. സൂപ്പർ ചേട്ടാ. ആക്ഷനാണ് ഒരു ദിവസം ഉണ്ട്, പിന്നെ ഫ്ലാഷ് ബാക്ക് ഉണ്ട്, എല്ലാം ഓക്കെയാണ്. വിക്രം അത് കൊള്ളാം സൂപ്പർ നല്ല പടം. ഹലോ, ഒരു മിനിറ്റ്. പടം കൊള്ളാം, പറയല്ലോ, സൂപ്പർ പടം. കൊള്ളാം, നല്ല പടമാണ്. ഒറ്റ നൈറ്റ് നടക്കുന്നതാണ്. ആക്ഷൻ എല്ലാം ചെയ്യാൻ വിക്രം പൊളിയാണ്. കൊള്ളാം, നല്ല യശസൂര്യൻ കൊള്ളാം, സുരാജ് കൊള്ളാം. സുരാജ് ത്രൂ ഔട്ട് റോളുണ്ട്. എല്ലാവരും ഓക്കെയാണ്. നല്ല നൈസ് ഷോട്ടാണ്. സുരാജിന് നല്ല ത്രൂ ഔട്ട് റോളുണ്ട്. എല്ലാവരും കോമ്പിനേഷൻ ഉണ്ട്. അത്രയൊന്നുമില്ല, കണ്ടോണ്ടിരിക്കും കൊള്ളാം. നല്ല പടമാണ്. ഒരു ടോൺ ഡൗൺ ആണ്, ത്രില്ലറാണ്, നല്ല അഭിനയമുണ്ട്, നല്ല ക്യാമറയാണ്. പക്ഷെ എമ്പുരാനും പാളിയതുപോലെ ഓവർ ദ ടോപ്പ് അല്ല, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ ഓവറല്ല, എല്ലാം റിയലിസ്റ്റിക് ആണ്. വൺ നൈറ്റ് സ്റ്റോറി ആണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ധനുഷിൻ 2 സിനിമയിൽ സെയിം പ്ലോട്ട് പോലെയൊക്കെ തന്നെയാണ്. സുരാജിന് നല്ലൊരു റോളാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പടം, നല്ല എൻഗേജിങ് ആയിരുന്നു, നല്ല ത്രില്ലിങ്. തമിഴിൽ എങ്ങനെ പടം പറഞ്ഞ റെയറാണ്. നല്ല എൻഗേജിങ് ആയിരുന്നു. എല്ലാ പടം കാണാൻ കൊള്ളാം. പിന്നെ എൻഗേജിങ് ആണ്. 3 മണിക്കൂറോളം ഉണ്ട് പടം. അപ്പൊ അത് എൻഗേജിങ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നല്ല കൈതി പോലെ ഇത് ആക്ഷൻ പാക്ഡ് മൂവി അല്ലേ, ഇത് ജസ്റ്റ് ത്രില്ലിംഗ് ആണ്. കൈതി കുറച്ചുകൂടെ ആക്ഷൻ പാക്ഡ് മൂവി അല്ലേ, ഇത് കുറച്ച് ത്രില്ലിംഗ് മൂവിയാണ്. മ്യൂസിക് ഉടനീളം ഉണ്ട് പടത്തിന്റെ ഇടയിൽ. നല്ല മൂവിയായിരുന്നു. നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല റൈറ്റിംഗ് ആണ് പടം. പിന്നെ വിക്രമിന്റെ ഫുൾ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും പടം ഫുള്ളായി. ഈ ലവ് പോർഷൻസ് അതൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നെങ്കിലും ഡയറക്ടർ നല്ല രീതിക്ക് അത് ചെയ്തിട്ടുണ്ട്. നല്ല പടം, എല്ലാവരും ഒന്ന് കാണും.